ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മള് ചൂണ്ടയിടാൻ പോവാ. അതായത് നമ്മള് കുടുംബം അടച്ച് എല്ലാവരുടെ കൂടി ഒരു ചെറിയ ചൂണ്ടയിടൽ പരിപാടി. വീടിന്റെ അവിടെ നിന്ന് ഒരു 3-4 കിലോമീറ്റർ ഉള്ളൂ. നമ്മൾ ചിന്നാർ എന്ന് പറയും. അപ്പൊ എല്ലാ കൊച്ചു എല്ലാത്തിനും പിടിച്ചു കയറി നേരെ ചൂണ്ടയിടാൻ. നമ്മുടെ അയലോകത്തുള്ള ചേച്ചിമാരാട്ടോ നമ്മളെ മീൻ പിടിക്കാൻ ആശീർവദിച്ച് വിടുന്ന. എന്നാ പോയി പിടിച്ചോണ്ട് വരാം. നമ്മളപ്പോൾ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. മുരിക്കാശ്ശേരി എന്ന് പറഞ്ഞ ടൗണിലോട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ ചെന്നിട്ടാണ് നേരെ ചിന്നാർ പോകുന്നത്. നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഒരു 3 കിലോമീറ്ററാണ് അങ്ങോട്ടുള്ളത്. നമ്മൾ മുരിക്കാശ്ശേരി ടൗണിലെത്തി കുറച്ച് വെള്ളവും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പോകാമെന്ന് വിചാരിച്ചു. അവിടെ നമുക്ക് എത്രത്തോളം സമയം ചിലവഴിക്കേണ്ടി വരുമെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് കുറച്ച് സ്നാക്സും ഒക്കെ വാങ്ങിച്ച് അങ്ങ് പോവാം. എവിടെ പോവാ കുട്ടി? എന്നാത്തിനാ പോണേ? എല്ലാം കിട്ടുവാന്ന്. അങ്ങനെ മുരിക്കാശ്ശേരി ടൗണിൽ നിന്ന് നമ്മൾ നേരെ ഒരു കുത്തനെയുള്ള ഇറക്കമാണ് കേട്ടോ. ആ ഇറക്കം ഇറങ്ങി ചെല്ലുന്നത് നേരെ നമ്മൾ ചിന്നാറിൻ്റെ കരയിലൂടെയാണ്. അപ്പോൾ അത് അത്യാവശ്യം വലിയൊരു ഇറക്കമാണ്. നമ്മൾ പണ്ടൊക്കെ ബസ്സൊക്കെ ഇവിടെ നിന്ന് പോകുന്ന ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു ഈ കയറ്റം കയറി വരുമ്പം. ആ ഇറക്കമാണിത്. അപ്പം നമ്മൾ അതിൽ പോയി നേരെ ചിന്നാറിൻ്റെ കരയെത്തി. നമ്മളിതാണ് പണ്ട് ഇവിടെ ഒരു ചെറിയ പാലമായിരുന്നു. ആ കാണുന്ന പാലത്തിന് പകരം ഒരു ചെറിയ പാലമാണ് ഉണ്ടായിരുന്നത്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പം നമ്മുടെ ഈ പാലത്തിൽ മഴക്കാലത്ത് വെള്ളം കയറുകയും അതിൽ ആൾക്കാർ ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഒഴുകിപ്പോവുകയും നീന്തലറിയത്തില്ലാത്തവരെ രക്ഷപ്പെടുത്താൻ നീന്തലറിയാവുന്നവർ പിന്നെ വെള്ളത്തിൽ ചാടി അവരെ രക്ഷപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന സീനുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അവിടുന്ന് ക്രോസ് ചെയ്ത് അവിടുന്ന് പോകുന്ന നമ്മളിത് ചിന്നാർ എന്ന് പറയുന്ന ചെറിയൊരു ടൗണാണ്. ഈ ടൗൺ കഴിഞ്ഞ് ഇവിടുന്ന് മങ്കുവ റൂട്ടിലാണ് നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന ആറടിക്കെട്ട് എന്ന് പറയുന്ന ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാം, ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. നമ്മൾ ഇവിടെ വരാനായിട്ടാണ് വന്നത്. ഇതാണ് ആറടിക്കെട്ട്. ഇവിടെ ഈ വെള്ളം കെട്ടിക്കിടക്കുകയും ജലാശയം ഇതിൻ്റെ അടിയിൽ കൂടി ഒരു ടണൽ നമ്മുടെ ഒരു മല കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോവുകയും അവിടെ പവർ ഹൗസും കാര്യങ്ങളും എല്ലാ സംവിധാനങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു അത്യാവശ്യം നല്ലൊരു പദ്ധതിയാണിത്. അങ്ങനെ നമ്മൾ ഡാമിൻ്റെ മുകളിൽ കൂടിയുള്ള ആ ക്രോസിങ് ചെയ്തു നേരെ താഴ്ഭാഗത്തേക്കാണ് ഇനി പോകുന്നത്. പണ്ട് ഈ ഡാം പണിയുന്നതിന് മുമ്പ് ഇതാണ് ഡാമിൻ്റെ ആ ഒരു ജലാശയം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത്. ഇത്രയും ഹൈറ്റാണ് നമ്മുടെ ഈ ഡാമിനുള്ളത്. പണ്ടുണ്ടായിരുന്ന ആ പാലമാണ് താഴെ കാണുന്നത്. അതുമാത്രമാണ് നേരത്തെ ഉണ്ടായിരുന്ന. ഡാമൊന്നും ഇല്ലായിരുന്ന സമയത്ത് പാലം അക്കരെ ഇക്കരെ ആൾക്കാർ ക്രോസ് ചെയ്തുകൊണ്ടിരുന്നത് ആ പാലത്തിൽ കൂടെയാണ്. നമ്മൾ ആദ്യം വന്ന മുകളിലെ ഒരു പാലവും പിന്നെ ഈ താഴത്തെ ഒരു പാലവും, ഇത് മാത്രമേ ഈ ചിന്നാറിന് കുറുകെയായിട്ട് ക്രോസ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ ഓപ്ഷൻസ്. പിന്നെ നമ്മൾ ആ കാണുന്ന മല കണ്ടോ, അതിൻ്റെ അടിയിൽ കൂടി ഒരു ടണൽ, ഈ വെള്ളം നേരെ ആ ടണലിൽ കൂടി വലിയ പൈപ്പ് വഴി പെൻസ്റ്റോക്ക് വഴി അപ്പുറേക്ക് എത്തുകയും അവിടുന്ന് പവർ ഹൗസ് കാര്യങ്ങൾ പന്നിയാർകുട്ടി അവിടെ ആ ഭാഗത്തുള്ള പവർ ഹൗസിലേക്ക് എത്തുകയും അവിടെ നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്തൊക്കെയായാലും വന്നു കഴിഞ്ഞപ്പോഴാണ് കേട്ടോ മനസ്സിലായത് ഇവിടുത്തെ ഭംഗി. അടിപൊളിയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഇത് താഴെ ഒരു പോത്ത് നമ്മൾ ഈ വെള്ളം ചെന്ന് ചാടുന്ന അണക്കെട്ടിലെ വെള്ളം ചെന്ന് ചാടുന്ന പോത്തിൻ്റെ തലയിലോട്ടാണ്. പോത്ത് നല്ല ഷവറിൽ കുളിക്കുന്ന പോലെ കുളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ചേട്ടന്മാരും പിള്ളേരും ഒക്കെ നേരെ താഴോട്ടിറങ്ങിയ പാലത്തിലേക്ക് പോയി പുറകെ നമ്മൾ ജീപ്പുമായിട്ട് ജസ്റ്റ് ഒന്ന് അക്കരെ കയറി ഒന്ന് തിരിച്ചു വരാനുള്ള ഒരു പ്ലാനിട്ട് നേരെ പോയി തിരിച്ചു വന്നു. നേരെ നമ്മൾ പോത്തിനെ ലക്ഷ്യമാക്കി പോത്തിൻ്റെ നേരെ കൊണ്ട് ഈ വണ്ടിയൊക്കെ ഇട്ടു. പോത്തിനെ ഒന്ന് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചതാണ്. ഡാമിൻ്റെ താഴെ പോയി നിന്ന് കഴിഞ്ഞുള്ള ഒരു സീൻ ഒരു രക്ഷയില്ല കേട്ടോ. കാരണം ആ വെള്ളം കുത്തി വീഴുമ്പോൾ മഞ്ഞിങ്ങനെ പാറി വരുന്ന പോലെ മൂന്നാറൊക്കെ പോയി നിൽക്കുമ്പോഴുള്ള ഒരവസ്ഥ കേട്ടോ. നല്ല രസം, നല്ല തണുപ്പും നല്ല കൂളിങ്. പിന്നെ നമ്മുടെ പുലിക്കുട്ടനും നമ്മുടെ പോത്തുംകുട്ടനും നേരെ മുഖാമുഖം. ഇതേ സീൻ നമ്മൾ നേരത്തെ ഒരു റീലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ വരവിൻ്റെ ഉദ്ദേശം ശരിക്കും ചൂണ്ടയിടുക എന്നുള്ളതാണല്ലോ. അപ്പോൾ എന്തായാലും ഇതെല്ലാം അവിടെ കണ്ടപ്പോൾ പെട്ടെന്ന് അങ്ങനെ നേരെ ഓടിപ്പോയി ചൂണ്ടയിടാൻ തോന്നിയില്ല. ഇതൊന്ന് കണ്ട് കേട്ടിട്ട് പോവാം എന്ന് വിചാരിച്ചു. ചൂണ്ടയിടാനുള്ള ഒരു കളം താഴെ ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇതിൽ കയറി നമ്മൾ വീണ്ടും ഡാമിൻ്റെ മുകളിൽ ചുറ്റി അപ്പുറത്ത് പോകാം.
ഏകദേശം ചൂണ്ടയിടാനുള്ള ഒരു സ്ഥലമെത്തി. ഇവിടെ എരേനെയൊക്കെ എടുത്ത് ഒന്ന് കോർത്ത്. ആഹാ, നമ്മുടെ ഫിഷിംഗ് ഫ്രീസിലെ ചേട്ടൻ കാണിക്കുന്ന കൂട്ട് പരിപാടി. നമുക്കെല്ലാ ഫ്രീസും പറ്റൂലോ, വണ്ടിക്കളി മാത്രമല്ല എല്ലാ പരിപാടിയായിട്ട് അങ്ങ് പോവില്ലേ. അയ്യോ അയ്യോ അയ്യോ, ഇങ്ങനെ നിൽക്കണം എന്നാ പറയുന്നത്. ഈ ചൂണ്ടയിൽ ഇങ്ങനെ അനങ്ങി വളരെ വളരെ പ്രാചീന രീതിയിലുള്ള ഒരു മീൻപിടുത്തമാണ് ഞങ്ങൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മുടെ കയ്യിൽ ചൂണ്ടയും നൂലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ചെറിയൊരു കാപ്പിക്കമ്പും ഒക്കെ എടുത്ത് അതൊക്കെ കെട്ടി ഇത് ചേട്ടന് കൈമാറി, മൈക്ക് ലൂക്കിന് കൈമാറി എന്ന് പറഞ്ഞ പോലെ കണ്ടോ, എല്ലാം കണ്ടു കൊണ്ടേയിട്. വെയിറ്റും ഒക്കെ കൂട്ടി റോളർ എറിയാനൊരു പ്രത്യേക നാക്ക് വേണം. നമ്മുടെ റോളർ ഇങ്ങനെ ഒന്ന് കറക്കുന്നു. അറിയാവോ മീൻ കൊത്തിയാവല്ലോ പിടിക്കാൻ അറിയാവോ? ഞാൻ പണ്ട് പിടിച്ചിട്ടുള്ള. പണ്ട് പിടിച്ചിട്ടുള്ള. അപ്പൊ നമ്മള് പത്നിക്ക് കൈമാറുവാണ്. പത്നി പിടിക്കൂ. അത്രേ ഉള്ളൂ. ഇനി നമ്മള് അടുത്ത ഒരു ചൂണ്ടയും കൂടെ എടി ഈ കോല കേട്ടോ അല്ലേ. അമ്മക്കുട്ടി കൊടുക്കാൻ പോണേ. അമ്മക്കുട്ടി മീൻപിടുത്തക്കാരി ആശാത്തിയാന്നാ പറഞ്ഞേ അല്ലേ? തള്ളുമ്പോ കുറച്ച് മയത്തി തള്ളും. ഗ്രാസ് കാർപ്പിനെ കിട്ടിയോ കുളത്തിന്നാ? നമ്മുടെ കുളത്തിൽ നമ്മള് ബേക്കറിക്കാരും പോയി മീറ്റർ ഉണ്ടാക്കേണ്ടി വന്നു. ഒരു കടി വന്നു. ഏതോ ബേക്കറി വണ്ടി മുകളിൽ കൂടെ പോയപ്പോ ചേട്ടന്റെ ബിസിനസ് ബേക്കറി ആയതുകൊണ്ട് അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പുള്ളിക്കാരൻ ഏതോ ബേക്കറി വണ്ടി അല്ലേ പോയപ്പോ കൈ കാണിച്ചു നിർത്തി മീറ്ററോളം കിട്ടി. അപ്പം അടുത്ത് കോർക്കുന്നു. അമ്മുക്കുട്ടി കൊടുക്കാൻ പോവാ. അമ്മുക്കുട്ടി ഇച്ചിരി എന്നാണോ പറഞ്ഞേ? എന്നാ ഗ്രാസ് കാർപ്പിനെ പിടിച്ചെന്ന് തള്ളിയതല്ലേ? സത്യം പറ. ചേട്ടാ ഈ ഗ്രാസ് കാർപ്പിനെ ചൂണ്ടിട്ട് പിടിക്കുന്നു. കുളത്തിലേറ്റവും വലുതിന് തന്നെ ഞാൻ പിടിച്ചു. എന്തോരം ഉണ്ടായിരുന്നു? നീ ആള് പിടിക്കാണല്ലോ. ഞാൻ പിന്നെ വെറുതെ ചൂണ്ടിട്ട് ഇപ്പോഴും കിട്ടി. ശരി, കൊടുക്കുന്ന ഒരാളെ കണ്ടു. മീനിന് തീറ്റായിട്ട് നമുക്കുള്ള തീറ്റ കിട്ടിയല്ലേ? സ്ഥിരമായിട്ട് ഇവിടെ ചൂണ്ടിട്ടോണ്ടിരുന്നത് അവരുടെ സ്ഥിരം പ്ലേസാ. അപ്പൊ അവരിവിടെ വന്നു കഴിഞ്ഞപ്പോ നമ്മളെ കണ്ട ഒറിജിനൽ അവരുടെ ചൂണ്ടിരിക്കുന്ന അവരുടെ ചൂണ്ട നല്ല വലുതാ. അമ്മക്കുട്ടിക്ക് മീനിന് കൺഫ്യൂഷൻ ആവല്ലോ. പട്ടി കടിക്കാതെ നോക്കിയാൽ മതി പറയാവുന്ന. ഫൈനലി നമ്മൾ എല്ലാവരും ചൂണ്ടക്കാരായി മാറി കേട്ടോ. വന്ന എല്ലാവരുടെയും കയ്യിൽ തന്നെ ചൂണ്ടയുണ്ട്. എല്ലാവരും ചൂണ്ടയും കോലും വള്ളിയൊക്കെ ആയിട്ട് പിടിച്ചോണ്ട് നിൽക്കുക. എന്താകും എങ്ങനെയാകും ഒന്നും അറിയത്തില്ല. മീനുണ്ട്. ആ കൊമള പൊങ്ങുന്നല്ല മീനാന്നല്ല. നമുക്കുട്ടി ആദ്യം മീൻ പിടിക്കുന്നവർക്ക് സമ്മാനമുണ്ടേ. ആ മീനല്ല, ഇവിടുന്ന് തന്നെ പിടിക്കണം. നമ്മളപ്പോ ചൂണ്ട അങ്ങനെ ഇട്ട് വെച്ചിരിക്കുവാണ്. ഇനി വലിയ റിസ്ക് എടുത്തിട്ട് കാര്യമില്ല ഇവിടെ എന്നാ തോന്നുന്നത്. കാരണം നമുക്ക് സമയവും ഇല്ല അധികം. ചൂണ്ടയിടാനൊക്കെ വരുമ്പോൾ എന്ന് പറയുമ്പോൾ കുറേ സമയമൊക്കെ വേണമല്ലോ. ഇത് ചുമ്മാ നമ്മൾ മെയിനായിട്ട് ഈ ആറടിക്കെട്ടെന്ന് പറയുന്ന ഈ ഡാം ഒന്ന് കാണുകയും ചെയ്യാം. അപ്പോൾ 2-3 ചൂണ്ടയൊക്കെ ആയിട്ട് വന്നൊന്ന് നോക്കാമെന്നുള്ള രീതിയിൽ വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചൂണ്ടയിട്ട് വെച്ചിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ചുറ്റുമൊക്കെ എന്ന് പറഞ്ഞാൽ എന്ത് രസമാണെന്നറിയോ കാണാൻ. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ചുറ്റും ഭാഗമെല്ലാം മൊത്തം കുറച്ച് വനത്തിൻ്റെ ഏരിയയാണ്. ബാക്കി ആൾക്കാരൊക്കെ താമസിക്കുന്ന ഏരിയ. അവിടെ വീടൊക്കെ അകലെ കാണാം. പക്ഷേ അങ്ങനെ മൊത്തത്തിൽ ചുമ്മാ വന്നിരിക്കാനാണെങ്കിലും ഒരു കുഴപ്പമില്ല. അടിപൊളി സ്ഥലമാണ്.
അങ്ങനെ നിൽക്കുമ്പോൾ പാലും കൊണ്ട് പോകുന്ന ഒരു ജീപ്പ് അതിൽ അടിച്ചു വിട്ടങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ ഫെർണോച്ചൻ ഇങ്ങനെ നോക്കി നിന്നിട്ട് പറയുക, നമുക്കും ഇതുപോലെ നമ്മുടെ വണ്ടിയായിട്ട് ഇതുപോലെ ഇങ്ങനെയൊന്ന് പോകണം എന്ന് അവനിങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു. അങ്ങനെ അതിലേ പോയില്ലെങ്കിലും ചെറിയൊരു പരിപാടി നമ്മളും നടത്തി. അപ്പം ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ മീൻപിടുത്തം ഏകദേശം വമ്പം പരാജയമായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നു. സാരമില്ല, പക്ഷെ നമ്മൾ ഡാം കണ്ടു. ഡാം കാണാൻ വലിയ ആഗ്രഹമായിരുന്നു. നമ്മുടെ അമ്മക്കുട്ടി എന്നെക്കുട്ടിയൊക്കെ ഡാം കാണാമെന്ന് പറഞ്ഞ് പോകാമെന്ന് പറഞ്ഞു. നമ്മളെല്ലാവരും കൂടെ പോയി ഡാം കണ്ടു. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ മീൻപിടുത്തം പരാജയമായി. സാരമില്ല, അടുത്ത പരിപാടിയിൽ നമ്മൾ ഗംഭീരമാക്കും അല്ലേ? മാക്സിമം ട്രൈ ചെയ്തല്ലോ. അതാണ് മീൻ കൊത്താത്തന്നെ പിന്നെ ചെയ്യാൻ പറ്റും. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. അതെ, മീനെ കൊണ്ട് അപേക്ഷ കൊടുത്ത് കൊത്തിക്കാൻ പറ്റിയല്ലോ. അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.